അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റാഹത്തല്ലേ? അൽഹംദുലില്ലാഹ്. കൽബ് നിറച്ച് ദുആ ചെയ്തവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, ഇതിനെല്ലാ ദിവസവും കാത്തിരിക്കുന്നവർ ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹു പ്രദാനിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുആ വസിയത്ത് അറിയിച്ചിട്ടുണ്ട്. അവരുടെ സങ്കടങ്ങളും നൊമ്പരങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം അല്ലാഹു മാറ്റിത്തരട്ടെ. അൽഹംദുലില്ലാഹ്. ഇതുപോലെ റബ്ബിന്റെ സ്വർഗ്ഗത്തിൽ ഒരുമിക്കുവാൻ വലിയ തൗഫീഖ് അല്ലാഹു നസീബാക്കട്ടെ. അൽഹംദുലില്ലാഹ്. പരിശുദ്ധമായ റജബിന്റെ സുന്ദരമായ ദിനരാത്രങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഇന്ന് വ്യാഴാഴ്ചയാണ് അല്ലേ? എല്ലാ വ്യാഴാഴ്ചയും പൊതുവായ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതും ജീവിതത്തിൽ പകർത്തുന്നതും. അൽഹംദുലില്ലാഹ്. കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു വലിയ തൗഫീഖ് തരട്ടെ. പരിശുദ്ധമായ റജബ് അത് അല്ലാഹുവിന്റെ മാസമാണ്. ആദ്യത്തെ 10 കണ്ണടച്ച് തുറക്കുന്ന വേഗതയിൽ പോയി. രണ്ടാമത്തെ 10 നമ്മൾ സഞ്ചരിക്കാൻ. ഇനി റമളാൻ വരാനുണ്ട്, ശഅബാൻ വരാനുണ്ട്. ചിന്തിച്ചു നോക്കിക്കേ. അതിലെല്ലാം അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. എൻ്റെ ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനലിന്റെ കമന്റിന് എടുത്ത് നോക്കിയാൽ പല ആളുകളുടെ കമന്റ്, ഉസ്താദ് ഈമാനോടെ മരിക്കാൻ ദ്വാരക്കണം, ഈമാന് വേണ്ടി ദ്വാരക്കണം എന്നാണ്. അപ്പൊ വെറുതെ ദ്വാരന്നാ കിട്ടുമോ? ദ്വാ ചെയ്യുന്നതിനോടൊപ്പം അള്ളാഹിന്റെ റസൂലിന്റെ ഹദീസിന്റെ ആശയം പഠിപ്പിക്കുന്ന 3 വിഭാഗം ആളുകൾ ഈമാനില്ലാതെ മരിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ പറയുന്ന 3 ക്വാളിറ്റി നമുക്ക് ഉണ്ടാകണം, ഉറപ്പാണ്. നിബിതങ്ങൾ പറഞ്ഞത് അവൻ സ്വർഗമാണ്, ഈമാനോടെ മരിക്കുമെന്നാണ്. പിന്നെ നമ്മൾ എന്തിനാ പേടിക്കണേ? നിബിതങ്ങൾ തമാശയ്ക്ക് പോലും അധരവയം ചെയ്യാത്ത പ്രവാചകനാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്തുനിബിതങ്ങൾ പറഞ്ഞു, സ്വർഗം ഉറപ്പിച്ചോ, ഈമാൻ ഊട്ടി ഉറപ്പിച്ചോ, പേടിക്കേണ്ടതില്ല. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരങ്ങൾ, ഈമാൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ പലതും പല പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ്. ദിക്റുകൾ, ദുആകൾ എല്ലാം ചെയ്യുന്നവർ. ഈ 3 സ്വഭാവങ്ങളും കൂടി നമ്മളൊന്ന് ചെയ്യാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. വിശദീകരിക്കുന്നില്ല, കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങളാണ് നമ്മുടെ ആശയം. അല്ലാഹ് കബൂലാക്കട്ടെ. ഒന്നാമത്തത്, എപ്പോഴും റബ്ബിന് ശുക്ർ ചെയ്യുന്ന നാവുണ്ടാവുക. ലിസാനുൻ ദാക്കിറുൻ, എപ്പോഴും ദിക്ർ. വെറുതെ ഇരിക്കുമ്പോ രണ്ട് സാധനം എടുത്ത് ചെവിയിലോട്ട് വെക്കും. ചെവി അതിനായുണ്ടല്ല. പിന്നെയോ, പണ്ടൊക്കെ ഈ പ്രായമുള്ള ആളുകൾ പഞ്ഞിയിൽ അത്തറ് മുക്കിയിട്ട് ചെവിയിലെ ഈ ചെറിയ ഹോളിൽ ഇങ്ങനെ കയറ്റി വെക്കും അല്ലേ? അതുപോലെയാണെന്ന് എല്ലാവരും ചെവിയിൽ ഇങ്ങനെ സാധനം കയറ്റി. പിന്നെ ദുനിയാവായിട്ട് യാതൊരു ബന്ധമില്ല. അതല്ല, ആ സമയത്തൊക്കെ ദിക്ർ ചൊല്ലണം. അറിയാവുന്ന ദിക്ർ ചൊല്ലാം, ഇസ്തിഗ്ഫാർ ചൊല്ലാം അല്ലേ? നമ്മൾ എപ്പോഴും ദിക്റിലായ ഒരു മനുഷ്യൻ ചെലവഴിക്കണമെന്നാണ്. അത് എപ്പോഴും ദിക്ർ ചൊല്ലണമെന്നില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എങ്ങനെയാണ്? ഏതെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാം. അപ്പൊ ഇൻഷാ അല്ലാഹ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വാഹനം എടുക്കാൻ പോവാണ്, ബിസ്മില്ല. മുറ്റടിക്കാൻ പോവാണ്, ബിസ്മില്ല. പാത്രം കഴുകാൻ പോവാണ്, ബിസ്മില്ല. വസ്ത്രം ഇടാൻ പോവാണ്, ബിസ്മില്ല. മുടി ചീകാൻ പോവാണ്, ബിസ്മില്ല. കണ്ണാടി വെക്കാൻ പോവാണ്, ബിസ്മില്ല. വാച്ച് കെട്ടുന്നു, ബിസ്മില്ല. അങ്ങനെ തുടങ്ങി നല്ല കാര്യങ്ങളിലെല്ലാം ബിസ്മില്ല. വഹുവ ദിക്റുൻ, അതൊരു ദിക്റാണ്. അതിനായിട്ട് സമയം കണ്ടെത്തേണ്ട. ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവരും ബിസ്മി ചൊല്ലിക്കാൻ, നല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞ് കള്ളു കുടിക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പാടില്ല. ഒരു സിനിമ കാണാൻ പാടില്ല, മറ്റൊരു വിശേഷം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആയിരിക്കട്ടെ, പാടില്ല. നല്ല കാര്യങ്ങൾക്ക് ബിസ്മി ചൊല്ലണം. അതുപോലെ ആ നല്ല കാര്യത്തിൽ അവസാനിപ്പിച്ചാൽ അൽഹംദുലില്ലാ. തിന്ന് നന്നായിട്ട് വയറ് നിറച്ച് കഴിച്ചിട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് മാത്രം പോരാ. ഏതൊരു കാര്യം, വാഹനം ഒരു സ്ഥലത്തെത്തി, നമ്മൾ ഇറങ്ങി അൽഹംദുലില്ലാ, ഒരു അപകടവും തന്നില്ല അല്ലേ? വസ്ത്രമിട്ടു അൽഹംദുലില്ലാ, വസ്ത്രം ഊരി അൽഹംദുലില്ലാ, ചെരുപ്പൂരി അൽഹംദുലില്ലാ, എന്തെല്ലാം എപ്പോഴും ഹംദ് പറയുക. പാത്രം കഴുകി വെച്ചു അൽഹംദുലില്ലാ, ജോലിയൊക്കെ വേഗം തീർന്നു അൽഹംദുലില്ലാ. അതൊക്കെ ഹംദിലായിരിക്കും. നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ ബിസ്മില്ല, അതിൽ നിന്ന് വിരമിച്ചാൽ അൽഹംദുലില്ലാ. അതോടൊപ്പം നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു അനാവശ്യ കാര്യം നമ്മൾ കണ്ടു, ഒരു ഹറാമ് കണ്ടു, അല്ലെങ്കിൽ കറാഹത്തായ ഒരു കാര്യം, ഉടനെ അസ്തഗ്ഫിറുല്ലാഹ് നമ്മൾ പറയുക. മോശമായ ഇതൊക്കെ ദിക്റിന്റെ ഭാഗമാണ്. ഇതിനു വേണ്ടി സമയം കണ്ടെത്തണ്ട. നമ്മൾ നിത്യ ജീവിതത്തിൽ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ പറയാണ്. അസ്തഗ്ഫിറുല്ലാഹ് എന്നറിയാം. വെറുക്കപ്പെടുന്ന ഒരു കാര്യം കണ്ടാൽ അസ്തഗ്ഫിറുല്ലാഹ്, അതോ മോശമായ കാര്യം കണ്ടാൽ അസ്തഗ്ഫിറുല്ലാഹ്. ഇനി പിന്നീട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഞാൻ വിളിക്കാട്ടോ ഇൻഷാ അല്ലാഹ്, നാളെ കാണാട്ടോ ഇൻഷാ അല്ലാഹ്, ഞാൻ വരാട്ടോ ഇൻഷാ അല്ലാഹ്. പിന്നെ മറ്റൊരു സമയത്തേക്ക് മാറ്റിവെക്കുന്ന ഏതൊരു കാര്യവും ഇൻഷാ അല്ലാഹ് പറയുക. അതോടൊപ്പം വെറുക്കപ്പെടുന്ന ഒരു കാര്യം കണ്ടാൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ എന്ന് പറയാം. നേരത്തെ പറഞ്ഞ ഹറാമ് കണ്ടാൽ അസ്തഗ്ഫിറുല്ലാഹ്. വെറുക്കപ്പെടുന്ന ഒരു കാര്യം, ഒരു മനുഷ്യൻ വെറുക്കുന്ന ഒരു കാര്യം കൊണ്ട് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് പറയുക. അതോടൊപ്പം എപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് അധികരിപ്പിക്കുക. ഇതെല്ലാം ദിക്റിന്റെ ഗണത്തിൽപ്പെടുന്ന ഉപയോഗം ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ദിക്റുകൾ ചൊല്ലുക. ഒന്നാമത്തെ ലിസാനുൻ ദാക്കിറുൻ, ദിക്ർ ചെയ്യുന്ന നാവ് ഈമാനില്ലാതെ മരണപ്പെടാൻ കഴിയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തത്, പരീക്ഷണം വന്നാൽ ക്ഷമിക്കുക. അത് വലിയ പാടാണ്, മുട്ടുവേദനയാണ്. നമ്മൾ പറയണ എന്താ,
പടച്ചവനെ നിസ്കാരത്തിന് ഒരു കുറവുമില്ല, അപ്പുറത്ത് അവളെ വീട്ടിലെ കണ്ട റബ്ബേ ഒരു കുഴപ്പമില്ല. പാടില്ല. അത് അല്ലാഹു നമുക്ക് തന്ന രോഗമാണ്. നമ്മൾ ക്ഷമിക്കണം. ഏതൊരു പരീക്ഷണം വന്നാലും ഒന്നിന് പുറകെ ഒന്നായി തീച്ചൂളയിലേക്ക് വലിച്ചെറിയപ്പെട്ടാലും ഇസ്ബിറൂ വസാബിറൂ, ക്ഷമിക്കും. ആരോടൊപ്പം ഖുർആൻ പറഞ്ഞത്? നിസ്കരിക്കുന്നവരോടൊപ്പം എന്നല്ല, നോമ്പെടുക്കുന്നല്ല, അതെല്ലാം റബ്ബ് കൂടെ ഉണ്ടെങ്കിൽ ഖുർആൻ പറഞ്ഞു ഇന്നല്ലാഹ മഅസ്വാബിരീൻ, ഇന്നല്ലാഹ മഅസ്വാബിരീൻ, അല്ലാഹു ക്ഷമിക്കുന്നവരോടൊപ്പമാണ്. ഏറ്റവും കൂടുതൽ ക്ഷമ പഠിപ്പിച്ചതാരാ? അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് റസൂലുള്ളാഹ്. അക്രമികളെ ഉപദ്രവിക്കാൻ ജിബ്രീൽ സർവായുധ സജ്ജനായി കടന്നു വന്നപ്പോഴും അല്ലാഹുവിന്റെ റസൂൽ ക്ഷമയാണ് പഠിപ്പിച്ചത്. അല്ലേ? ത്വായിഫിന്റെ തെരുവോരത്ത് ചെന്നപ്പോ ജിബ്രീൽ ഇസ്ലാം ചോദിച്ചു, നബിയെ നിങ്ങളെ കല്ലെറിഞ്ഞു, കൂകി വിളിച്ചു, എല്ലാം ചെയ്തു, അവരങ്ങ് കൊന്നുകളയട്ടെ നബിയെ, രണ്ട് പർവ്വതത്തിന്റെ ഇടയിൽ ഒന്ന് ഞെരിക്കട്ടെ, എനിക്ക് നിസ്സാര നിമിഷം. നമ്മളാണെങ്കിൽ പറയും അങ്ങ് തകർത്തേക്ക്, ഇല്ലേ? നമ്മൾ പറയില്ലേ അങ്ങ് തകർത്തേക്കെന്ന് പറയും. ഒരാൾ നമ്മൾ അടിച്ചു, തിരിച്ചടിക്കാൻ പറ്റിയില്ല, ഒരു ഗുണ്ട വന്നു, ഒരു ആളുകൊണ്ട് പറയണം ഞാൻ അടിക്കട്ടെ, നമ്മൾ പറയും കൊടുക്ക്, 1-9 കൊടുക്ക്, ഞാൻ കൂടെ ഉണ്ടാ. നബിതങ്ങൾ പറഞ്ഞെന്ന് വേണ്ട, ചെയ്യരുത്. ക്ഷമയാണ് നബിതങ്ങൾ പഠിപ്പിച്ചത്. ജീവിതത്തിൽ എത്ര പ്രതിസന്ധികൾ വന്നാലും അല്ലാഹുവിന്റെ റസൂൽ ക്ഷമയാണ് പഠിപ്പിച്ചത്. ഇന്നല്ലാഹ മഅസ്വാബിരീൻ, ക്ഷമിക്കാൻ കഴിയണം. ആര് നമ്മളെ കുറ്റം പറയട്ടെ, ആര് കളിയാക്കട്ടെ, ആരോടും നമ്മൾ വെറുപ്പ് വെക്കാൻ പാടില്ല. നബിതങ്ങള് മദീന പള്ളിയിൽ നിന്നപ്പോ ഒരു മനുഷ്യൻ ഇങ്ങനെ അങ്ങാടിയിൽ സാധനം മേടിക്കാൻ പോയി. നബിതങ്ങൾ ചോദിച്ചു, സ്വർഗത്തിന്റെ അവകാശം കാട്ടിത്തരട്ടെയോ? സ്വഹാബത്ത് പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, കാണിക്ക് നബിയെ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പുറത്തുകൂടി പോയ മനുഷ്യനെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ആ മനുഷ്യൻ സ്വർഗത്തിലാണ്. കാരണം എന്ന് തിരക്കിയപ്പോ ചരിത്രം വിശാലാണ്. ആ മനുഷ്യൻ പറഞ്ഞു, എന്നെ ഒരുപാട് ആര് കുറ്റപ്പെടുത്തിയാലും, ആര് കളിയാക്കിയാലും, ആര് പരിഹസിച്ചാലും ഒരാളോട് പോലും എനിക്ക് വെറുപ്പില്ല, ഒരാളോട് പോലും എനിക്ക് ദേഷ്യമില്ല എന്നാണ് ആ മനുഷ്യൻ പറഞ്ഞത്. അപ്പൊ ക്ഷമയാണ് നമുക്ക് വേണ്ടത്. ആരെന്തോ പറയട്ടെ. മൂന്നാമത്തത് റബ്ബിന്റെ ഖളാഇൽ തൃപ്തി ഉണ്ടാകണം. ഒന്നാമത്തെ ദിക്ർ ചെയ്യുന്ന നാവ്, 2 പരീക്ഷണം വന്നാൽ ക്ഷമിക്കുക, മൂന്നാമത്തെ റബ്ബിന്റെ വിധിയിൽ ഖളാഇൽ തൃപ്തി ഉണ്ടാകണം. നമുക്ക് രോഗം വന്നു, പോകുന്ന വാഹനം പഞ്ചറായി, നമ്മൾ ചിന്തിക്കേണ്ടത് അൽഹംദുലില്ലാ റബ്ബിന്റെ ഖളാ ആണ്, വേഗം പോരുന്നെങ്കിൽ എന്തോ ഒരു അപകടം വരാനുണ്ട് എന്ന് ചിന്തിക്കണം. അല്ലാതെ വല്ലാത്ത ഇടങ്ങേറെ തന്നെ എന്തോ പടച്ചവനെ, റബ്ബിനെ കുറ്റം പറയലല്ല. എന്ത് നമ്മുടെ ജീവിതത്തിൽ നടന്നാലും അത് അല്ലാഹു നമുക്ക് നിശ്ചയിച്ചിട്ടുള്ളതാണ്. പോസ്റ്റ്മോന് വീട് മാറിപ്പോവും, കൊറിയർക്കാരനും വീട് മാറിപ്പോവും, ഓൺലൈൻ വഴി നമ്മൾ വീട്ടിലേക്ക് സാധനങ്ങൾ ഓർഡർ ചെയ്യും, അവന് ചിലപ്പോൾ വീടും അഡ്രസ്സും തെറ്റിപ്പോവും. റബ്ബിന് അഡ്രസ്സും തെറ്റൂല, വീടും തെറ്റൂല. അപ്പൊ നമുക്ക് വരാനുള്ളത് തന്നെയാണ് എനിക്ക് വന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാതെ അപ്പുറത്തെ വീട്ടിൽ വരാനുള്ള രോഗം എനിക്ക് ഒന്നും ചിന്തിക്കരുത്, ഞാൻ അപ്പുറത്തെ വീട്ടിൽ പോയത് കൊണ്ടാണ് എനിക്ക് വന്നത് എന്നും നമ്മൾ ചിന്തിക്കരുത്. അങ്ങനെ ഇല്ല. അള്ളാഹു നിനക്ക് തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ പോയില്ലെങ്കിൽ കടുകിനകത്ത് കയറിയിരുന്നാലും അള്ളാഹ് നിനക്ക് തന്നിരിക്കും. അവിടെയാണ് നമുക്ക് റബ്ബിനോട് യഖീൻ ഉണ്ടാകേണ്ടത്, റബ്ബിനോട് ഇസ്തിഖാമത്ത് ഉണ്ടാകേണ്ടത്, റബ്ബിനോട് തവക്കുല ഉണ്ടാകേണ്ടത്. എന്ത് വന്നാലും എൻ്റെ റബ്ബ് അറിയാതെ ഒന്നും വരില്ല എന്ന അചഞ്ചലമായ വിശ്വാസമാണ് തൃപ്തി എന്ന് പറയുക. എൻ്റെ റബ്ബ് എന്നെ കൈവിടൂല, എന്നെ റബ്ബ് എന്നെ കൈവിടൂല, ഇല്ലേ? അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പരിശുദ്ധമായ സൗർ എന്ന ഗുഹയിൽ അഭയം പ്രാപിച്ചപ്പോ അബൂബക്കർ തങ്ങൾ ചോദിച്ചില്ലേ, നബിയെ കാലിനടിയിലേക്ക് നോക്കിയാൽ അവർ നമ്മളെ കാണൂലേ? പറഞ്ഞെന്താ? റബ്ബിന്റെ തൃപ്തി, റബ്ബിന്റെ ഖളാ അല്ലാഹ് തീരുമാനിക്കണം, അള്ളാഹിന്റെ തീരുമാനത്തിൽ വിട്ടുകൊടുത്തേക്ക്, റബ്ബ് നമ്മോടൊപ്പമുണ്ട് എന്ന് മറക്കല്ല എന്ന് അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, രോഗം, മുട്ടുവേദന, നടുവേദന അങ്ങനെയൊക്കെ ഉണ്ട്. അതെന്തിന്റെ പേരില? റബ്ബ് നമുക്ക് തന്നെ നിശ്ചയിച്ചതിന്റെ പേരിലാണ്. അതിന് വലിയ പ്രതിഫലം കിട്ടും. ആപത്ത്, അപകടങ്ങൾ, പ്രയാസങ്ങൾ വരുമ്പോ അതിൽ തൃപ്തിപ്പെടാൻ, ഹംദ് പറയാൻ, ക്ഷമയോടെ പുഞ്ചിരിയോടെ സ്വീകരിക്കാൻ അയ്യൂബ് നബിയുടെ ചരിത്രം നമുക്കറിയാം. ഈ സ്വഭാവ ഗുണങ്ങളെല്ലാം അയ്യൂബ് നബിക്ക് ഉണ്ടായിരുന്നു എന്നാണ്. ഈ സ്വഭാവങ്ങൾ ചേർത്ത് പിടിക്കുന്നവർക്ക് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടൊപ്പം സ്വർഗത്തിൽ പോകാൻ കഴിയും. അള്ളാഹു ഭാഗ്യം തരട്ടെ. ഇൻഷാ അല്ലാഹ് കുറഞ്ഞ സമയം കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നില്ല. ഈ 3 സ്വഭാവം ഈ റജബിലും ശഅബാൻ റമളാനിലൊക്കെ നമ്മൾ ഇങ്ങനെ ആദത്താക്കിയ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സ്വഭാവ ഗുണമായി മാറും. അള്ളാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാ കുറഞ്ഞ സമയത്ത് കൂടുതൽ കാര്യങ്ങളുമായി ഇനിയും കണ്ടുമുട്ടാം. അള്ളാഹ് സ്വീകരിക്കട്ടെ. ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുആ വസിയത്ത് അറിയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് പ്രത്യേകം ദുആ ചെയ്യും. അള്ളാഹ് സ്വീകരിക്കട്ടെ. നിങ്ങളും ദുആരക്കിൻ. അതോടൊപ്പം വിനീത നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരമെന്ന ആത്മീയ മജ്‌ലിസ് എല്ലാ ദിവസവും രാത്രി 9 മണിക്കാണ്. അൽഹംദുലില്ലാ തിബ്ബു സലാത്തും അസ്മാഉൽ ഹുസ്നയും അസ്മാഉൽ ബദറും ഹദ്ദാദ് റാത്തീബൊക്കെയായി മഹാന്മാരുടെ ചരിത്രം പാടിയും പറഞ്ഞും മനസ്സിലാക്കുന്ന ഒരു ചരിത്ര പഠന വേദിയാണ്. അതിൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനലിലേക്ക് കയറാം. അള്ളാഹ് സ്വീകരിക്കട്ടെ. നിങ്ങളൊക്കെ ദുആരക്കണം. അള്ളാഹു നമ്മളെല്ലാവരെയും മുത്തഖീങ്ങൾ മുഖ്ലിസീങ്ങൾ ഉൾപ്പെടുത്തി
ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരൊക്കെ എന്തൊക്കെ ആവശ്യങ്ങൾ പറഞ്ഞിട്ടാണോ കമന്റ് ചെയ്തിട്ടുള്ളത് അതെല്ലാം അള്ളാഹു നിറവേറ്റി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മരണപ്പെട്ടവർക്ക് സ്വർഗം കൊടുക്കുകയും നമുക്കും അവർക്ക് അള്ളാഹു സ്വർഗം പ്രദാനിക്കുമാറാകട്ടെ. ആഖിബത്ത് നന്നാക്കി തരട്ടെ. അൽഹംദുലില്ലാ. നമ്മളെല്ലാവരെയും അള്ളാഹിന്റെ മുത്തഖീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ, മുഹിബ്ബീങ്ങളിൽ, മുത്തവക്കിലീങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.